ഇന്തോനേഷ്യയിലെ യോഗ്യകർത്തയിൽ വ്രേദേബുർഗ് കാസിലിനകത്ത് ഒരു ജെം സ്റ്റോൺ എക്സിബിഷന്റെ ഭാഗമായ കലാപരിപാടി ആസ്വദിച്ചു നിൽക്കുകയാണ് ഞാൻ. ജാവനീസ് കച്ചേരിയാണ്. ഉപകരണങ്ങളെല്ലാം പരമ്പരാഗത രീതിയിലുള്ളത്. മുളയും മറ്റും കൊണ്ട് നിർമ്മിച്ചതാണിത്. പക്ഷേ അതിൽ നിന്നുയരുന്ന സംഗീതം ഏതൊരു ഇലക്ട്രോണിക് മ്യൂസിക് ഇൻസ്ട്രുമെന്റിനെയും വെല്ലുന്നതാണെന്ന് തോന്നിപ്പോകുന്നു. രസകരമായ പരിപാടി അല്പനേരം ഞാൻ കണ്ടുനിന്നു. ആങ്ക്ലങ് എന്ന സവിശേഷ ജാവനീസ് ഉപകരണവും ബാംബു ഗ്യാമലിനുമെല്ലാമുണ്ട്. കൂടെ ഡ്രമ്മും. ഒരുതരം വിലാപ സ്വഭാവമാണ് ഈ ട്രഡീഷണൽ ജാവനീസ് മ്യൂസിക്കിനെന്ന് എനിക്ക് തോന്നി. വേദിക്ക് മുന്നിൽ കാഴ്ചക്കാരായി അധികം ആളുകളില്ലതാനും. പാട്ടുകൾക്ക് പറയത്തക്ക വ്യത്യസ്തത ഇല്ലാത്തതുകൊണ്ടും മറ്റു കാഴ്ചകൾ പകർത്താനുള്ളതുകൊണ്ടും ഞാൻ കലാകാരന്മാരുടെ അരികിൽ നിന്നും നടത്തം തുടരുകയാണ്. വ്രേദേബുർഗ് കോട്ടയ്ക്കകത്ത് നിരവധി നീളൻ കെട്ടിടങ്ങളുണ്ട്. ഡച്ച് ഉദ്യോഗസ്ഥ കാര്യാലയങ്ങളും പട്ടാള ബാരക്കും ജയിലുമെല്ലാമായിരുന്ന കെട്ടിടങ്ങൾ. യോഗ്യകർത്തയുടെ ഭരണസിരാകേന്ദ്രമായിരുന്നെങ്കിലും പട്ടാളത്താവളം എന്ന നിലയിലായിരുന്നു വ്രേദേബുർഗ് കോട്ട പ്രസക്തമായിരുന്നത്. ഡച്ച് സൈന്യവും ജപ്പാൻ സൈന്യവും തങ്ങളുടെ താവളമായി ഇവിടം ഉപയോഗിച്ചു. ആയിരക്കണക്കിന് സൈനികരും തോക്കും പീരങ്കിയും ഉൾപ്പെടുന്ന ആയുധങ്ങളും വെടിമരുന്ന് സംഭരണശാലകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യ സ്വതന്ത്രമായതിനു ശേഷവും ഏറെക്കാലം പട്ടാളക്കോട്ടയായി തുടരാനായിരുന്നു വ്രേദേബുർഗിന്റെ നിയോഗം. ഇന്തോനേഷ്യൻ ആർമിയുടെ ഒരു മിലിറ്ററി കമാൻഡ് പോസ്റ്റായിരുന്നു 1970-കൾ വരെയും ഇവിടം. ഇന്തോനേഷ്യയിൽ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്തോനേഷ്യ രൂപപ്പെട്ടപ്പോഴാണ് വ്രേദേബുർഗ് കാസിലിലെ ഏതാനും കെട്ടിടങ്ങൾ ജയിലറകളായി മാറിയത്. റഷ്യയിൽ നടന്ന ബോൾഷെവിക് വിപ്ലവത്തിന് ചുവടുപിടിച്ച് 1917 മുതൽ 1919 വരെയുള്ള കാലത്ത് ഇന്തോനേഷ്യയിലും വിപ്ലവം അരങ്ങേറുകയുണ്ടായി. കോട്ടയിലെ പ്രധാന കെട്ടിടങ്ങൾ ഇതാണ്. പണ്ട് ഡച്ച് ഭരണത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കാര്യാലയങ്ങളും വാസഗേഹങ്ങളുമായിരുന്ന മന്ദിരങ്ങൾ. ഇന്നിത് ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ഇതാണ് കോട്ടയുടെ പടിപ്പുര. വ്രേദേബുർഗിന്റെ വിശാലമായ ക്യാമ്പസിലേക്ക് കയറാനും പുറത്തിറങ്ങാനുമുള്ളത് ഈ കവാടം തന്നെയാണ്. 2006 ഭൂകമ്പത്തിൽ ഭാഗികമായി തകർന്നിരുന്ന പടിപ്പുര തുടർന്നുള്ള 2 വർഷം കൊണ്ടാണ് പുനർനിർമ്മിച്ചത്. മുളങ്കമ്പിൽ കുത്തിച്ചുട്ടെടുത്ത ഇറച്ചിയുടെ വിൽപ്പനക്കാരെയാണ് പുറത്തേക്കിറങ്ങുമ്പോൾ ആദ്യം കാണുന്നത്. യാത്രികരെ കാത്ത് നിരന്നു കിടക്കുന്ന സൈക്കിൾ റിക്ഷകൾ. യാത്രക്കാരെ മുന്നിലിരുത്തിക്കൊണ്ടുപോകുന്ന ഇത്തരം റിക്ഷകൾ അധികം കണ്ടിട്ടുള്ളതല്ല. യാത്രക്കാർക്ക് ഒരു തടസ്സവുമില്ലാതെ കാഴ്ചകൾ കണ്ടുകൊണ്ടങ്ങനെ സഞ്ചരിക്കാം. വ്രേദേബുർഗ് കോട്ടയുടെ മുൻഭാഗം എപ്പോഴും ഇങ്ങനെ സജീവമായിരിക്കും. മലിയോബോറോ എന്ന പ്രശസ്തമായ തെരുവിന്റെ ഭാഗം തന്നെയാണിത്. തെരുവിലൂടെ ധാരാളം കുതിരവണ്ടികൾ കടന്നു പോകുന്നത് കാണാം. ആൻഡോങ് എന്നാണ് ഈ ജാവനീസ് കുതിരവണ്ടികൾ അറിയപ്പെടുന്നത്. സൈക്കിൾ റിക്ഷകളും കടന്നു പോകുന്നുണ്ട്. സുപ്രിയ അന്തോയുടെ കാറിൽ കയറി വ്രേദേബുർഗ് കോട്ടയുടെ മുന്നിൽ നിന്നും ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. വൺ വേ സംവിധാനമായതിനാൽ വ്രേദേബുർഗ് കോട്ടയെ ഒന്ന് ചുറ്റി മാത്രമേ ഹോട്ടലിലേക്ക് പോകാനാവൂ. ഇടതുഭാഗത്ത് അക്കാണുന്ന ആ കോട്ടയ്ക്കകത്തുകൂടിയായിരുന്നു ഇത്രയും നേരം ഞാൻ നടന്നിരുന്നത്. യോഗ്യകർത്ത ഉൾപ്പെടുന്ന ജാവാദ്വീപിന്റെ വലിയൊരു പ്രദേശത്തെയാകെ ഡച്ചുകാർ അടക്കി ഭരിച്ചത് ആ കോട്ടയിലിരുന്നായിരുന്നു. നമ്മുടെ ഒരു ജില്ലാ ആസ്ഥാനത്തിന് സമാനമാണ് യോഗ്യകർത്ത പട്ടണം. തൃശൂരിനോളം വലിപ്പമുള്ള ഒരു പട്ടണം. യോഗ്യകർത്ത സംസ്ഥാനത്തിന്റെ ആസ്ഥാനമാണിത്.
ഇന്തോനേഷ്യയിൽ അതിവേഗം വളരുന്ന സാമ്പത്തിക രംഗമുള്ള സംസ്ഥാനമാണ് യോഗ്യകർത്ത. ടൂറിസത്തിന്റെ വികാസമാണ് അതിന് കാരണമായത്. യോഗ്യകർത്തയുടെ സമ്പദ്ഘടനയിൽ 21% ടൂറിസത്തിന്റെ സംഭാവനയാണ്. കാർ ഇന്ന ഗരുഡ ഹോട്ടലിന് മുന്നിലെത്തിയിരിക്കുന്നു. നേരം 7 മണിയായിട്ടുണ്ട്. ഇന്ന ഗരുഡയിൽ വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. സുപ്രിയ അന്തോയ്ക്ക് ഇന്നത്തെ കൂലി നൽകി. നാളെയും വരാൻ പറഞ്ഞു. അന്തോ സന്തോഷവാനായി മടങ്ങി. ഞാൻ മുറിയിൽ ചെന്ന് ഒന്ന് ഫ്രഷായി ക്യാമറ ബാറ്ററികൾ ചാർജ് ചെയ്യാനിട്ട് പെട്ടെന്നു തന്നെ പുറത്തേക്കിറങ്ങി. പ്രശസ്തമായ മലിയോബോറോ സ്ട്രീറ്റാണിത്. രാത്രിയോടെ കുതിരവണ്ടികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് തുണിത്തരങ്ങളും സുവനീറുകളും കരകൗശല വസ്തുക്കളുമെല്ലാം വിൽക്കുന്ന സ്റ്റാളുകൾ. രാത്രിയിലാണ് ഇവിടെയെല്ലാം ടൂറിസ്റ്റുകൾ വന്നു നിറയുക. തെരുവിൻ്റെ മറുഭാഗത്തുമുണ്ട് സൂപ്പർ മാർക്കറ്റുകളും വിവിധ ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകളുമെല്ലാം. ധാരാളം റെസ്റ്റോറൻറ്റുകളുമുണ്ട്. ഷോപ്പിങ്ങിനായി ആളുകൾ ഇറങ്ങുന്ന തെരുവാണ് മലിയോബോറോ. സ്വദേശികളും ടൂറിസ്റ്റുകളും വന്നു നിറയുന്ന ഇടം. തെരുവോരത്തെ ഒരു കാഴ്ച ഇതാണ്. ചെറിയ ടെന്റുകൾ. അതിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് കുട്ടിമേശകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ. ഇവിടെ ലഭിക്കുന്ന വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളുടെ വിവരങ്ങളാണ് ബോർഡുകളിൽ. പേര് കണ്ട് എന്താണ് സംഗതിയെന്ന് നമുക്ക് മനസ്സിലാവില്ല. എല്ലാ കടകളിലും നിലത്ത് വൃത്തിയുള്ള റെക്സിൻ ഷീറ്റുകൾ വിരിച്ചിരിക്കുന്നു. ആളുകൾ അതിൽ ഇരുന്നു കൊള്ളണം. എല്ലാ കടകളുടെയും രൂപം ഇതുതന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നവർക്കായി സംഗീതമാലപിക്കാനായി ഇങ്ങനെ ചില കലാകാരന്മാരെയും കാണാം. കോൾഡ് കോഫിയും ബ്ലാക്ക് ടീയും തനത് ജാപ്പനീസ് വിഭവങ്ങളുമെല്ലാം കഴിച്ചിരിക്കുന്നത് കൂടുതലും നാട്ടുകാർ തന്നെയാണ്. മത്സ്യ മാംസ വിഭവങ്ങളാണ് ഇവിടെ മുഖ്യം. ഇതാണ് യോഗ്യകർത്തയുടെ ഒരു പ്രത്യേകത. പലയിടത്തുമുണ്ട് നാട്ടുകാരെ പാട്ടുപാടി രസിപ്പിക്കുന്നവർ. ഭക്ഷണം കഴിക്കുന്നവർ നൽകുന്ന ടിപ്പാണ് ഇവരുടെ വരുമാനം. കടകളുടെ ഒരു കോണിൽ പാചകശാല കാണാം. ഈ കടകളിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രയാസമുള്ള കാര്യമാണല്ലോ. പക്ഷേ ഇന്നാട്ടുകാർക്ക് ഇതാണ് ശീലം. നമ്മുടെ നാട്ടിലെ തട്ടുകടകളെക്കാൾ കുറച്ചുകൂടി നിലവാരമുണ്ടെങ്കിലും തായ്ലൻഡിലോ മലേഷ്യയിലോ കാണുന്ന ഫുഡ് സ്ട്രീറ്റിലെ കടകളോളം വരില്ല ഇവയൊന്നും. ആളുകൾ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വഴിയോര കടകളുടെ നിര ലോകയാത്രയ്ക്കിടെ ഞാൻ ആദ്യമായി കാണുകയാണ്. ഒരു ഭാഗത്ത് അടുക്കള. അവിടെ പൊരിച്ച കോഴിയും കടൽ വിഭവങ്ങളുമെല്ലാം വലിയ കുട്ടകങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്നത് കാണാം. വൃത്തി അല്പം കുറവാണെന്ന് തോന്നിയതിനാലും ഇത്തരമൊരിടത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഇവിടെ നിന്നും ഒന്നും കഴിക്കാതെ തിരികെ നടക്കുകയാണ്. മാത്രമല്ല നല്ല ഉറക്കം വരുന്നുമുണ്ട്. ഇന്ന ഗരുഡ ഹോട്ടൽ ലക്ഷ്യമാക്കിയാണ് നടത്തം. മലിയോബോറോ തെരുവിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം രാവേറെ ചെല്ലുവോളം സജീവമായിരിക്കും. ഒട്ടേറെ ഭോജനശാലകളുണ്ട്. ചിക്കൻ, ബീഫ്, കാട, ഞണ്ട്, പലതരം മീനുകൾ എന്നിവ കൊണ്ടെല്ലാമുള്ള വിഭവങ്ങൾ കടകളിൽ ലഭിക്കും. അതിൻ്റെയൊക്കെ വലിയ ചിത്രങ്ങളോടെയുള്ള വിവരണം ഓരോ കടയിലും കാണാം. നാട്ടുകാർ തന്നെയാണ് വഴിയോര കടകളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരിൽ കൂടുതലും. മലിയോബോറോ തെരുവിൽ ഏതാണ്ട് 2 കിലോമീറ്ററോളം ചുറ്റി നടന്ന ശേഷം വീണ്ടും ഇന്ന ഗരുഡ ഹോട്ടലിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ദീപപ്രഭയിൽ പ്രൗഢിയോടെ അങ്ങനെ നിൽക്കുകയാണ് യോഗ്യകർത്തയുടെ ചരിത്രത്തിലിടമുള്ള ഇന്ന ഗരുഡ ഹോട്ടൽ. മലിയോബോറോ തെരുവിലെ ഏറ്റവും നല്ല ഹോട്ടൽ ഇതാണ്. 1 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ഹോട്ടൽ. 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യത്തിൻ്റെ യോഗ്യകർത്തയിലെ ഒരു താവളമായിരുന്നു ഇത്. ദീർഘമായ ഒരു ദിനത്തിൻ്റെ ദീർഘമായ ഒരു യാത്രയുടെ ക്ഷീണം ഞാൻ ഈ കട്ടിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്.
മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്ത പ്രഭാതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 8 മണിയോടെ ഹോട്ടലിന്റെ പോർച്ചിലേക്ക് ഇറങ്ങുമ്പോൾ കാറുമായി സുപ്രിയ അന്തോ എത്തിയിരിക്കുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങി. ഇന്നും ദീർഘമായ ഒരു യാത്രയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആദ്യം സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക് പോകണം. ഉച്ചയ്ക്ക് ശേഷം അവിടെ പ്രവേശനമുണ്ടാവില്ലെന്ന പാഠം ഇന്നലെ പഠിച്ചതാണല്ലോ. സുൽത്താൻ പാലസ് ലക്ഷ്യമാക്കി നീങ്ങുന്ന കാറിൽ യോഗ്യകർത്തയുടെ തെരുവിനെ കണ്ടുകൊണ്ട് ഇങ്ങനെയിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് 2ാം ലോകമഹായുദ്ധകാലത്തെ ഈ നഗരത്തിന്റെ ദിനങ്ങളെക്കുറിച്ചാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ ബാറ്റിൽ ഓഫ് ജാവ എന്നറിയപ്പെടുന്ന പോരാട്ടത്തിനൊടുവിലാണ് യോഗ്യകർത്ത ഉൾപ്പെടുന്ന ജാവാദ്വീപ് മുഴുവനായും ജപ്പാന്റെ അധീനതയിലാവുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനുമിടയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രമായിരുന്ന ജാവാദ്വീപിലേക്ക് 1942 ഫെബ്രുവരി 28-നാണ് ജപ്പാന്റെ ആക്രമണവും അധിനിവേശവും തുടങ്ങിയത്. അതേ വർഷം മാർച്ച് 12 ആയപ്പോഴേക്കും ജാവ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി. അന്നിവിടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷി സൈനിക മേധാവികൾ ജപ്പാന് മുന്നിൽ അടിയറവ് പറയുകയും 1942 മാർച്ച് 12-ന് ബാന്തൂങ്ങിൽ വെച്ച് കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ജപ്പാൻ സൈനികർ യോഗ്യകർത്തയിലെ ഡച്ച് കോട്ട കൈവശപ്പെടുത്തി അവിടെ ക്യാമ്പ് സ്ഥാപിച്ചു. നഗരത്തിലെ കൊട്ടാരങ്ങളും പ്രധാന സ്ഥാപനങ്ങളുമെല്ലാം അവരുടെ നിയന്ത്രണത്തിലായി. ജാവയെ മോചിപ്പിക്കാനെത്തിയ അമേരിക്കൻ നാവികസേനയുടെ USS ആഷ്വില്ലെ എന്ന യുദ്ധക്കപ്പലിനെ ജപ്പാൻ പട മുക്കിക്കളയുകയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളോട് അവർ അനുഭാവപൂർണമായാണ് പെരുമാറിയിരുന്നത് എന്നതും ചരിത്രം. കാർ മലിയോബോറോ തെരുവിന്റെ ഒരറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്തോനേഷ്യൻ നാഷണൽ ബാങ്കിന്റെ മന്ദിരമാണ് വലതുഭാഗത്ത് കാണുന്നത്. ഇവിടെ മുതൽ കൊട്ടാര കോംപ്ലക്സിന്റെ മതിൽക്കെട്ടുകൾ ആരംഭിക്കുകയാണ്. ജനാധിപത്യം സ്ഥാപിതമായിട്ട് അരനൂറ്റാണ്ടിലേറെ കഴിഞ്ഞെങ്കിലും പലരും ഇപ്പോഴും യോഗ്യകർത്തയെ യോഗ്യകർത്ത സുൽത്താനേറ്റ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. സ്വാതന്ത്ര്യാനന്തരം ഇന്തോനേഷ്യ ഡച്ച് ഭരണത്തിൽ നിന്നും മോചിതമാവുമ്പോൾ ജാവയിൽ യോഗ്യകർത്ത സുൽത്താനേറ്റും പകുലാമൻ എന്ന നാട്ടുരാജ്യവും സ്വതന്ത്രമായി നിലനിൽക്കുകയായിരുന്നു. ഇന്തോനേഷ്യ ഒരു റിപ്പബ്ലിക്കായി മാറുന്ന വേളയിൽ യോഗ്യകർത്ത സുൽത്താനും പകുലാനിലെ രാജാവും തങ്ങളുടെ രാജ്യങ്ങൾ റിപ്പബ്ലിക്കിനോട് കൂട്ടിച്ചേർക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ 2 രാജ്യങ്ങളെയും ചേർത്ത് യോഗ്യകർത്ത സ്പെഷ്യൽ റീജൻ എന്ന പേരോടെ ഒരു സംസ്ഥാനം രൂപീകൃതമായി. യോഗ്യകർത്തയുടെ സുൽത്താൻ സംസ്ഥാന ഗവർണറും പകുലാനിലെ രാജാവ് വൈസ് ഗവർണറുമായി. ആ പദവികൾ പരമ്പരാഗതമായി 2 രാജകുടുംബങ്ങൾക്കും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. സുൽത്താൻ പാലസിന്റെ പ്രധാന പ്രവേശന കവാടത്തിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തു വേണം മതിൽക്കെട്ടിനകത്തു കയറാൻ. വിദേശികൾക്ക് 15,000 റുഫിയയാണ് എൻട്രി ഫീസ്. ഇന്തോനേഷ്യൻ പൗരന്മാരാകട്ടെ 5,000 റുഫിയ നൽകിയാൽ മതി. ടിക്കറ്റ് എടുത്ത് കൊട്ടാരം കോംപ്ലക്സിനകത്തേക്ക് കയറി. വലിയൊരു പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുകയാണ് കൊട്ടാര കോംപ്ലക്സ്. എന്നാൽ വലിയ പകിട്ടൊന്നും എവിടെയും കാണാനുമില്ല. കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്നത് വലിയൊരു ഹാളാണ്. ഒരു സംഗീത മണ്ഡപമാണിത്. എല്ലാ ദിവസവും നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറുന്ന ഒരിടം. എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് കലാപരിപാടി തുടങ്ങുക. നേരമിപ്പോൾ 10 മണിയായിട്ടില്ല. ജാവയുടെ പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെല്ലാം നിരത്തിവെച്ചിരിക്കുന്നു. കൊട്ടാരം കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇന്തോനേഷ്യൻ ലയവിന്യാസമായ ഗ്യാമലിൻ, ബുധനാഴ്ച പാവകളി, വ്യാഴാഴ്ച ജാവനീസ് പരമ്പരാഗത നൃത്തം, വെള്ളിയാഴ്ച മക്കപ്പാട്ട് എന്ന നാടോടി ഗാനം, ശനിയാഴ്ച നിഴൽപ്പാവക്കൂത്ത്, ഞായറാഴ്ച തോൽപ്പാവക്കൂത്തും നൃത്തവും ചേർന്നുള്ള കലാരൂപം എന്നിവയെല്ലാമാണ് ഇവിടെ നടക്കാറുള്ളത്. കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിനായി ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരു ഗൈഡിനെയും അനുവദിച്ചിരുന്നു. കൊട്ടാരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കണ്ടുവരുമ്പോഴേക്കും ഇവിടെ കലാപരിപാടികൾ തുടങ്ങുമെന്നും അപ്പോൾ അത് ക്യാമറയിൽ പകർത്താമെന്നും ഗൈഡ് പറഞ്ഞു.
ഇവിടെ ഒരു ദ്വാരപാലക പ്രതിമയുണ്ട്. ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള പ്രധാന കവാടം. 2 ദ്വാരപാലക പ്രതിമകളാണ് കവാടത്തിന് ഇരുവശത്തുമുള്ളത്. ദുഷ്ടശക്തികളിൽ നിന്നും ഇവർ കൊട്ടാരത്തെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. രാജകുടുംബം താമസിക്കുന്ന കൊട്ടാരം ഭാഗത്തേക്ക് പ്രവേശിക്കുക ഈ കവാടത്തിലൂടെയാണ്. സുൽത്താന്റെ വാസഗേഹമുള്ള കോമ്പൗണ്ടിലേക്ക് കവാടം കടന്നിറങ്ങി. ഇടതുവശത്ത് വർണ്ണച്ചില്ലുകൊണ്ട് അലങ്കൃതമായ ഒരു മണ്ഡപമുണ്ട്. മ്യൂസിക് പവലിൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. പോളണ്ടിൽ നിന്ന് കൊണ്ടുവന്ന വർണ്ണച്ചില്ലുകൾ കൊണ്ടാണ് മണ്ഡപത്തിൽ അലങ്കാരപ്പണികൾ നടത്തിയിരിക്കുന്നത്. സുൽത്താനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സംഗീതജ്ഞർ ഇരുന്ന് പാട്ടുപാടിയിരുന്ന ഒരു പൗലിയൻ. ഈ ഭാഗത്താണ് ഇപ്പോൾ സുൽത്താൻ വസിക്കുന്നത്. അതിനിടത്തേക്ക് സന്ദർശകരെ പോകാൻ അനുവദിക്കില്ല. യോഗ്യകർത്ത സ്പെഷ്യൽ റീജിയൻ എന്ന പ്രത്യേക പദവിയുള്ള സംസ്ഥാനത്തിന്റെ ഭരണത്തലവനും ഗവർണറുമായ സുൽത്താൻ കുടുംബസമേതം പാർക്കുന്ന കൊട്ടാരം. പറയത്തക്ക പൊലിമയൊന്നുമില്ല കൊട്ടാരത്തിന്. വലതുവശത്ത് കാണുന്ന മന്ദിരത്തിലാണ് സുൽത്താന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പ്രധാന കൊട്ടാരത്തിന് സമീപത്തായി ഇങ്ങനെയൊരു മണ്ഡപമുണ്ട്. സുൽത്താന്റെ ഓഡിയൻസ് ഹാളാണത്. സുൽത്താൻ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനിരിക്കുന്ന ഹാൾ. സുൽത്താന്റെ ഓഫീസിനുമില്ല വലിയ പകിട്ട്. നമ്മുടെ നാട്ടിൽ ഗവർണറുടെ ഔദ്യോഗിക വസതിയും ഓഫീസുമായ രാജ്ഭവന്റെ സ്ഥാനമാണ് ഇന്നാട്ടിൽ ഈ മന്ദിരത്തിന്. കൊട്ടാരം കാണാൻ രാവിലെ തന്നെ സഞ്ചാരികൾ ധാരാളമായി വന്നിറങ്ങിയിരിക്കുന്നു. അതിൽ നല്ലൊരു ശതമാനവും വിദേശികളാണ്. സുൽത്താന്റെ ഓഡിയൻസ് ഹാളിന് മുന്നിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. പുറത്തെ ഈ തളത്തിൽ സന്ദർശകർക്കും നാട്ടുകാർക്കും ഇരിക്കാം. എന്നാൽ അല്പം ഉയർത്തി നിർമ്മിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ സുൽത്താനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരും മാത്രമേ ഉണ്ടാവൂ. പ്രജകൾക്ക് ഭരണാധികാരിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള വേദിയായ ഓഡിയൻസ് ഹാൾ ലോകത്ത് ഒട്ടുമിക്ക കൊട്ടാരങ്ങളിലുമുണ്ട്. ഓഡിയൻസ് ഹാളിന്റെ സമീപത്തുനിന്നും നടത്തം തുടരുകയാണ്. 1755-56 കാലത്ത് നിർമ്മിതമായതാണ് ഈ കൊട്ടാര കോംപ്ലക്സ്. ഡാൻസിംഗ് പൗലിയൻ എന്നാണ് ഈ ചെറുമണ്ഡപം അറിയപ്പെടുന്നത്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി ഈ കോംപ്ലക്സിൽ ഓരോ കെട്ടിടം തന്നെയുണ്ട്. ഇവിടെ ഒരു കെട്ടിടത്തിന്റെ തിണ്ണയിൽ പ്രത്യേക വേഷം ധരിച്ച കുറച്ചുപേർ നിരന്നിരിക്കുന്നുണ്ട്. ഇവരെല്ലാം കൊട്ടാര കാവൽ സേനയിലെ അംഗങ്ങളാണ്. 3000-ലധികം ഭടന്മാരുള്ള ഒരു സൈനിക ദളമാണ് സുൽത്താന്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. മിക്കവരും പ്രായം ചെന്നവരാണെന്നത് കൗതുകകരമായ വസ്തുത. ഇതാണ് കൊട്ടാരം ഭടന്മാരുടെ പരമ്പരാഗത വേഷം. പണ്ടും ഇതുതന്നെയായിരുന്നു യോഗ്യകർത്ത കൊട്ടാരത്തിലെ ഭടന്മാരുടെ വേഷം. ഇപ്പോഴും ഡ്യൂട്ടിയിലുള്ള ഭടന്മാർ തന്നെയാണത്. ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിലം പരിശായ കഥയും യോഗ്യകർത്തയിലെ ഈ കൊട്ടാര കോംപ്ലക്സിന് പറയാനുണ്ട്. കോളനികൾക്ക് വേണ്ടി യൂറോപ്യൻ ശക്തികൾ പോരടിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലായിരുന്നു അത്. ഡച്ചുകാരെ തോൽപ്പിച്ച് യോഗ്യകർത്തയിൽ അധികാരം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ ഈ കൊട്ടാരം കൊള്ളയടിക്കുകയും തീവച്ച് നശിപ്പിക്കുകയുമാണുണ്ടായത്. ഇത്തരം പലയെടുപ്പുകളും കമാനങ്ങളുമെല്ലാം കടന്നുവേണം കൊട്ടാര കോംപ്ലക്സിന്റെ ഓരോ ഭാഗത്തേക്കും നടക്കാൻ. പലയിടത്തും സുൽത്താന്റെ ഭടന്മാരുടെ കാവലുണ്ട്. സുൽത്താന്റെ കുടുംബാംഗങ്ങളുടെ വസതികളും കൊട്ടാരം ഭരണത്തിന്റെ കാര്യാലയങ്ങളുമെല്ലാമുള്ള ഭാഗത്തേക്കാണ് നടന്നെത്തുന്നത്. ഇവിടെ ഒരു ഗോപുരത്തിന്റെ ഇരുഭാഗത്തുമായി 2 ഉപകരണങ്ങൾ വച്ചിട്ടുണ്ട്. ഒരു വശത്ത് തടികൊണ്ട് നിർമ്മിച്ച ഒരു ഡ്രം, മറുവശത്ത് ഒരു സാധാരണ തമ്പേറ്. തടി ഡ്രം പ്ലാവിൻ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ അകം പൊള്ളയാണ്. മുട്ടിയാൽ വലിയ ശബ്ദം കേൾക്കാം. കൊട്ടാരവാസികൾക്കും ഭടന്മാർക്കും അപകട സൂചന നൽകിയിരുന്ന ഉപകരണമാണിത്. മറുഭാഗത്ത് തുകൽ കെട്ടിയ വലിയൊരു തമ്പേറ്. പ്രാർത്ഥനാ സമയം അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഇത് മുഴക്കിയിരുന്നത്.
അത് പിന്നിട്ട് നടത്തം തുടരുമ്പോൾ മറ്റൊരു മണ്ഡപത്തിനടുത്തേക്ക് എത്തുന്നു. മറ്റൊരു കലാമണ്ഡപം. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ജാവയുടെ പരമ്പരാഗത നൃത്തങ്ങൾ അരങ്ങേറും. ധാരാളം സംഗീതോപകരണങ്ങൾ ഇവിടെയും നിരത്തിവെച്ചിട്ടുണ്ട്. പുറത്തെ പ്രധാന മണ്ഡപത്തിൽ അവതരിപ്പിക്കാനുള്ള കലാപരിപാടികളുടെ പരിശീലനം നടക്കാറുള്ളതും ഇവിടെയാണ്. സുൽത്താൻ ഭരണത്തിന്റെ പ്രതാപകാലത്ത് എല്ലാ ദിവസവും കൊട്ടാരവാസികൾക്കായി നൃത്തവും പാവക്കൂത്തും ഗ്യാമലിൻ കച്ചേരിയുമെല്ലാം അരങ്ങേറിയിരുന്ന ഇടമാണിത്. ഇവിടെ മറ്റൊരു കൊട്ടാരമുണ്ട്. പ്രിൻസ് പാലസാണിത്. അടുത്ത സുൽത്താനാവുന്ന രാജകുമാരൻ കുടുംബസമേതം വസിക്കുന്ന കൊട്ടാരം. കൊട്ടാര കോംപ്ലക്സിൽ ഇനിയും നിരവധി കെട്ടിടങ്ങളുണ്ട് കാണാൻ. ആ കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടരുകയാണ്.